2020 കോവിഡ് മഹാമാരിയുടെ സമയത്താണ് PM കെയേഴ്സ് എന്ന പുതിയ ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഈ ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് സംഭാവനയായി വരുന്നത്. പക്ഷേ തുടക്കകാലം മുതൽക്കേ തന്നെ PM കെയേഴ്സ് എന്ന ഫണ്ട് വിവാദത്തിന്റെ നിഴലിലാണ്. ഒരുപാട് സംഭാവനകൾ വരുമ്പോഴും എന്തുകൊണ്ടാണ് PM കെയേഴ്സ് ഇപ്പോൾ വിവാദത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്? അതെന്താണെന്ന് നമുക്ക് കൂടുതൽ പരിശോധിച്ചു നോക്കാം. 3 കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. 1. സുതാര്യതയില്ലായ്മ. PM കെയേഴ്സ് വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുന്നത് അല്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് എത്രയൊക്കെ പണം കിട്ടി, ആരൊക്കെ തന്നു, എങ്ങനെയൊക്കെ ചിലവാക്കി എന്നത് സാധാരണ ജനങ്ങൾക്ക് അറിയാൻ കഴിയുകയില്ല. രണ്ടാമത് CAG ഓഡിറ്റിംഗ് ഇല്ല. സാധാരണ സർക്കാർ ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് CAG ആണ്. പക്ഷേ PM കെയേഴ്സ് ഒരു സ്വകാര്യ ഓഡിറ്ററാണ് ചെയ്യുന്നത്. ഇത് അഴിമതിക്ക് വഴിവെക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. PMNRF ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു ഫണ്ട്? നെഹ്റുവിന്റെ കാലം മുതലുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് ഉള്ളപ്പോൾ എന്തിനാണ് പുതിയൊരു ഫണ്ട് തുടങ്ങിയതെന്ന ചോദ്യം പ്രസക്തമാണ്. ഈ വിവാദങ്ങളിൽ ഏറ്റവും പുതിയതും നിർണായകമായ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2026 ജനുവരിയിൽ ഡൽഹി ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തി. PM കെയേഴ്സ് എന്നത് സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു ഫണ്ട് ആണെങ്കിലും അതിന് സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു. വിവരാവകാശ നിയമമനുസരിച്ച് 3ാം കക്ഷിയുടെ പേര് അതുകൊണ്ട് തന്നെ പുറത്തുവിടാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു. ഇത് സുതാര്യത ആഗ്രഹിച്ചവർക്കുള്ള ഒരു തിരിച്ചടിയാണ്. ലോക്സഭയിൽ PM കെയേഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അനുവദിക്കില്ലെന്ന് PMO വ്യക്തമാക്കി. ഇത് ഗവൺമെന്റ് ഫണ്ട് അല്ലാത്തതിനാൽ പാർലമെന്റിൽ മറുപടി പറയേണ്ടതില്ലെന്നാണ് വിശദീകരണം. ഇതോടെ ഫണ്ടിന്മേലുള്ള ജനപ്രതിനിധികളുടെ മേൽനോട്ടവും ഇല്ലാതായിരിക്കുകയാണ്. സർക്കാർ പറയുന്നത് ജനങ്ങളുടെ സ്വമേധയായുള്ള സംഭാവനയാണെന്നും സർക്കാരിന്റെ ബജറ്റ് ഇതിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് ഇത് പബ്ലിക് അതോറിറ്റി അല്ല എന്നുമാണ്. എന്നാൽ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളും സർക്കാർ ജീവനക്കാരും ഇതിലേക്ക് വലിയ തുക നൽകുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പണം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പണമെല്ലാം സ്വീകരിക്കുകയും കണക്കുകൾ ചോദിക്കുമ്പോൾ അത് സ്വകാര്യ ട്രസ്റ്റ് ആണെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചുരുക്കത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്ന ഒരു സംവിധാനം ജനാധിപത്യപരമായ ഓഡിറ്റിങ്ങിനും ചോദ്യം ചെയ്യലിനും വിധേയമാകണമോ വേണ്ടയോ എന്നതാണ് PM കെയേഴ്സ് വിവാദത്തിന്റെ കാതൽ. വിവാദങ്ങൾ നടക്കുമ്പോൾ ഇതിന്റെ സുതാര്യത ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു.